ബിഗ് ബോസ് വിന്നറായ അനുമോളുടെ ഒരു ഡ്രസ്സ് ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സ് ചെയ്യാനുണ്ടായിരുന്നേ. ദുബായിൽ നിന്നുള്ള ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ ചെയ്താണ്. ഒന്നെങ്കിൽ ആ സെയിം കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ ചെയ്തു തരണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ഗോൾഡൻ കളർ സ്വീക്കൻസും ഷുഗർ ബീഡും കട്ട് ബീഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അനുമോളുടെ ആ ഡ്രസ്സ് ഒരു സ്ലിറ്റ് ടോപ്പ് ആയിരുന്നേ, പക്ഷെ കസ്റ്റമർക്ക് വേണ്ടത് ഒരു അംബർല കുർത്തിയായിരുന്നേ. യോക്കിലും നെക്കിലും മാത്രം വർക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലീവിൽ വർക്ക് വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഡ്രസ്സ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഇറങ്ങുന്ന ടൈമിലായിരുന്നു ഇത് സ്റ്റിച്ചിങ്ങിന് കയറിയത്. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു, അന്ന് തന്നെ ദുബായിക്ക് കൊറിയർ പോവുകയും ചെയ്തു. ഒരു ഓർഡർ നമുക്ക് വരുമ്പോൾ സ്റ്റിച്ചിങ്ങിന് കയറുന്നിടം വരെയുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്ത് അത് ഫ്രെയിമിൽ കയറി കസ്റ്റമർക്ക് വേണ്ട മെഷർമെന്റ് വെച്ച് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ വർക്കിന് വേണ്ടി ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടതാണ് നോക്കേണ്ടത്. ഇടയ്ക്ക് പോയി നമ്മൾ വർക്ക് ചെക്ക് ചെയ്യുക, അതേപോലെ ഫ്രെയിമിൽ നിന്ന് അഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അവിടെ നിന്ന് നേരെ കട്ടിങ്ങിലേക്കും പിന്നെ സ്റ്റിച്ചിങ്ങിലേക്കുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് പോകുന്നത്.